ഹലോ, ഇന്ന് നമുക്ക് തേങ്ങ വറുത്തരച്ചൊരു ചിക്കൻ കറി വെച്ച് നോക്കാം. അത് കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണേ. തേങ്ങ ഒരു പകുതി വറവായി വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് കുരുമുളകും 3-4 അല്ലി കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കരിയാപ്പിലയും. അപ്പം ഇതും കൂടെ ചേർത്ത് പിന്നെ പരുവത്തിൽ നിന്ന് വറുത്തെടുക്കണം. ആ സമയത്തേക്ക് പൊടികളായിട്ട് വേണ്ടുന്ന മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്ത് ആ പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. അതും കൂടെ ഇട്ടൊന്ന് ചൂടാക്കി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ചൂടുള്ള ചട്ടിയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇത് തണുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഈ സമയത്തേക്ക് നമുക്ക് മറ്റൊരു ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കൊച്ചുള്ളി ഒരു 10-11 കൊച്ചുള്ളി ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ കീറിയതാണ്. കൊച്ചുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, സവാള ചേർക്കുന്നില്ല. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേന് നമ്മൾ അതിൽ കരിയാപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി വഴന്ന് വരുമ്പോഴത്തേന് വീണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. ഇത് വഴന്ന് വരുമ്പം അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി ഇതിലേക്ക് നമ്മൾ ചിക്കനങ്ങ് ചേർത്ത് കൊടുക്കുക. ചിക്കനും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അങ്ങനെ ഇരുന്നൊരു 5-6 മിനിറ്റ് വേകാനായിട്ട് നമ്മൾ ഇടുക. ഒരു 5-6 മിനിറ്റ് അവിടെ ഇരുന്ന് വേകട്ടെ. അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ആ സമയത്തേക്ക് നമുക്ക് അരപ്പൊക്കെ അരച്ചെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ അരച്ച് നന്നായി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ അരപ്പും ചേർത്ത് പിന്നെ ഈ മിക്സി കഴുകുന്ന വെള്ളവും ചേർത്ത് ആവശ്യത്തിന് എത്രയാണോ ഗ്രേവി വേണ്ടത് അത് വെള്ളം, ഈ മിക്സി കഴുകുന്ന വെള്ളവും കൂടെ മതിയാവും. നമുക്കത് കഴുകി ചേർത്ത് അത് ഇരുന്നൊരു 10 മിനിറ്റ് കൂടെ വേകണം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. വേറെ ഒന്നും വേണ്ട ഇതിനകത്ത്. അങ്ങനെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡിയാണ്. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ട, അതുപോലെ ചോറ്, ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.